നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. കുന്നംകുളത്ത് 6 പത്രികകൾ തള്ളിയതിൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രികയും. ആവേശ പോരാട്ടം നടക്കുന്ന ഉരുളിക്കുന്നിൽ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നതിൽ അനിശ്ചിതത്വമെന്ന സൂചന. ചാവക്കാട് ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഒഴികെ ബാക്കിയെല്ലാ പത്രികകളും സ്വീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ 3 CPI സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 5 പേരുടെ പത്രികകൾ തള്ളി. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ടും പലയിടത്തും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ തുടരുന്നു. കുന്നംകുളത്ത് കോൺഗ്രസിൽ ഇതുവരെയും അന്തിമ പട്ടികയായില്ല. UDFുമായി ഇടഞ്ഞ് ലീഗ് 5 വാർഡുകളിൽ മത്സരിക്കും. 2 വാർഡിൽ സ്വതന്ത്രർക്ക് പിന്തുണ. പ്രചരണം ആരംഭിച്ചുവെങ്കിലും ചാവക്കാട് നഗരസഭയിൽ UDFിലും കോൺഗ്രസിലും, ഒരുമനിയൂർ പഞ്ചായത്തിൽ LDFിലും ഭിന്നത രൂക്ഷം. സംസ്ഥാനത്ത് 6028 പേർക്ക് കൂടി കോവിഡ്. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 654 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തം. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 653 പേർക്ക് കൂടി കോവിഡ്. 803 പേർ രോഗമുക്തരായി. വാർത്തകൾ വിശദമായി. ആദ്യം നാട്ടകം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പത്രികകളുടെ പരിശോധന കളക്ടറേറ്റിലാണ് നടത്തിയത്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയങ്ങളിൽ നടന്നു. കുന്നംകുളം നഗരസഭയിൽ സൂക്ഷ്മ പരിശോധനയിൽ 6 പത്രികകൾ തള്ളി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 380 പത്രികകൾ അംഗീകരിച്ചു. നഗരസഭയിൽ 12, 13, 14 വാർഡുകളിൽ നിന്നായി 5 നോമിനേഷനുകൾ തള്ളി. 13ാം വാർഡിൽ BJPയുടെ ആരതി അശോകന്റെ നോമിനേഷനിൽ പിന്തുണ ചെയ്തയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണക്ക് നൽകാത്തതിനാൽ അയോഗ്യനായ സാഹചര്യത്തിലാണ് ഈ പത്രിക തള്ളിയത്. ചാവക്കാട് മേഖലയിൽ പത്രിക സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക ഒഴികെ ബാക്കിയെല്ലാം സ്വീകരിച്ചു. മേഖലയിൽ 347 പേരുടെയും ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രികകളാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. ഇതിൽ ഒരുമനിയൂർ പഞ്ചായത്തിലെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക മാത്രമാണ് തള്ളിയത്. സൂക്ഷ്മ പരിശോധന ചാവക്കാട് നഗരസഭയുടേത് കളക്ടറേറ്റിലും പഞ്ചായത്തുകളുടേത് അതത് പഞ്ചായത്തുകളിലുമാണ് നടത്തിയത്. മേഖലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രർ ഉൾപ്പെടെ 347 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ചാവക്കാട് നഗരസഭയിൽ 185 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. കടപ്പുറം പഞ്ചായത്തിൽ 94 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. ഒരുമനിയൂർ പഞ്ചായത്തിൽ 66 പേരാണ് പത്രിക നൽകിയത്. ചൂണ്ടൽ പഞ്ചായത്തിൽ 5 പത്രികകൾ തള്ളി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 3 പത്രികകൾ മാറ്റിവെച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വ്യാഴാഴ്ച സമാപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ റിട്ടേണിംഗ് ഓഫീസറായ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ ഓഫീസിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. പരിശോധനയിൽ 5 പത്രികകളാണ് തള്ളിയത്. മുഖ്യധാരാ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയില്ലെങ്കിലും CPIMന്റെയും BJPയുടെയും ഡമ്മി സ്ഥാനാർത്ഥികൾ നൽകിയ പത്രികകൾ തള്ളിയ പത്രികകളുടെ കൂട്ടത്തിലുണ്ട്. കൂടാതെ 6ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച സലിം കേച്ചേരി, PDPയുടെ സ്ഥാനാർത്ഥി അമ്പലത്ത് വീട്ടിൽ ഖാലിദ് എന്നിവരുടെ പത്രിക തള്ളിയ കൂട്ടത്തിലുണ്ട്. റിട്ടേണിംഗ് ഓഫീസർ പ്രഭുവിന്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. 215 പത്രികകളാണ് 18 വാർഡുകളിലേക്കായി സമർപ്പിച്ചിരുന്നത്. ഇതിൽ 5 പത്രിക തള്ളിയതോടെ ചൂണ്ടൽ പഞ്ചായത്തിൽ സാധുവായ പത്രികകളുടെ എണ്ണം 210 ആയി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ സൂക്ഷ്മ പരിശോധന റിട്ടേണിംഗ് ഓഫീസറായ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിലായിരുന്നു. പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്ക് ലഭിച്ച 140 പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ തർക്കമുന്നയിച്ച 3 പത്രികകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി മാറ്റിവെച്ചു. റിട്ടേണിംഗ് ഓഫീസർ ലിനറ്റ് വാലന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ V ലേഖയും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സ്ഥാനാർത്ഥികൾ, ഡമ്മി സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സൂക്ഷ്മ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. 23-ന് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം തെളിയും. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 13 ഡിവിഷനിലേക്ക് 78 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ഡമ്മി സ്ഥാനാർത്ഥി അടക്കം 109 പേരാണ് പത്രിക നൽകിയത്. ഇതിൽ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം അംഗീകരിച്ചു. പരിശോധനയ്ക്ക് രാവിലെ തന്നെ സ്ഥാനാർത്ഥികളുടെ വലിയ നിര ദൃശ്യമായിരുന്നു. കടപ്പുറം, ഒരുമനിയൂർ, പുന്നിയൂർ, പുന്നിയൂർക്കുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്.
കടവല്ലൂർ പഞ്ചായത്തിൽ 3 CPI സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 5 പേരുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള 3 പേർക്ക് പുറമെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പത്രികകളാണ് തള്ളിയത്. കുന്നുകുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ കെ സജീവൻ 1-ാം വാർഡ് കടവല്ലൂർ ഈസ്റ്റ്, VN സജിത 5-ാം വാർഡ് കോടത്തുംകുണ്ട്, പ്രേംരാജ് ചൂണ്ടലാത്ത് 16-ാം വാർഡ് പരുവക്കുന്ന് എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച പത്രികയിൽ നാമനിർദ്ദേശകരായി ഒപ്പിട്ടവർ തങ്ങളുടെ സമ്മതപ്രകാരമല്ല നിർദ്ദേശകരാക്കിയതെന്ന നിലപാടുമായി റിട്ടേണിംഗ് ഓഫീസറെ സമീപിക്കുകയായിരുന്നു. പരാതിയുമായി എത്തിയ നാമനിർദ്ദേശകരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പത്രികകൾ തള്ളിയതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചത്. CPM-മായി ഭിന്നതയിലായതിനെ തുടർന്നാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിലെ 2-ാം വാർഡിൽ CPI സ്ഥാനാർത്ഥി മത്സര രംഗത്തുണ്ട്. CPM നേതാക്കളുടെ ഭീഷണി മൂലമാണ് നാമനിർദ്ദേശകർ പിന്മാറ്റം നടത്തിയതെന്ന് CPI കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. വടക്കേക്കാട് പഞ്ചായത്തിലും സൂക്ഷ്മ പരിശോധന നടത്തി. ചാവക്കാട് ADA മനോജ്, വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയും AROയുമായ സുബ്രഹ്മണ്യൻ, JS സാജൻ ജേക്കബ് എന്നിവരാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. 16 വാർഡുകളിൽ നിന്നായി UDF, LDF, BJP, SDPI സ്വതന്ത്രർ ഉൾപ്പെടെ 90 സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും അടക്കം 141 നോമിനേഷനുകളാണ് പഞ്ചായത്തിൽ ലഭിച്ചത്. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. കുന്നുകുളം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും മത്സരാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചു. നഗരസഭയിലെ പാർട്ടിക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ആവശ്യക്കാരോട് പത്രിക സമർപ്പിക്കാൻ DCC നിർദ്ദേശിച്ചത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വാർഡ് വിഭജനമാണ് സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിച്ചത്. 10ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലെത്തിയിരുന്നുവെങ്കിലും പല വാർഡുകളിലും 1-ൽ കൂടുതൽ ആളുകളുണ്ടായി. പ്രധാന വാർഡുകളിൽ 2-ൽ കൂടുതൽ പേരുകളും ഉയർന്നിരുന്നു. പല നേതാക്കളും റിബലായി മത്സരിക്കുന്നതിന് പത്രിക നൽകിയിട്ടുണ്ട്. മാറി നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട്. 37 വാർഡുകളുള്ള നഗരസഭയിൽ 32 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. CMPക്ക് 3 സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ജേക്കബ് വിഭാഗത്തിനും ഓരോ സീറ്റുകളും നിലവിൽ നൽകിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം അവസാനിച്ച് ഒരു ദിവസം പിന്നിടുമ്പോഴും തൃശൂർ DCCയിൽ കുന്നംകുളത്തെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളത്ത് UDFുമായി ഇടഞ്ഞ മുസ്ലിം ലീഗ് 5 വാർഡുകളിൽ മത്സരിക്കും. 2 വാർഡുകളിൽ സ്വതന്ത്രർക്ക് പിന്തുണ നൽകുവാനും ധാരണ. നഗരസഭയിൽ UDF പട്ടികയിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയിരുന്നില്ല. 1-ാം വാർഡ് മുതുവമ്മൽ CK അശോകൻ, 2-ാം വാർഡ് കിഴൂർ സൗത്ത് സുഹാസിനി, 3-ാം വാർഡ് കിഴൂർ നോർത്തിൽ CB റാബിയ, 26-ാം വാർഡ് ഇഞ്ചിക്കുന്നിൽ EP കമറുദ്ദീൻ, 37-ാം വാർഡ് വടതലിൽ ഫാത്തിമ റഫീഖ് എന്നിവരാണ് UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇടങ്ങളിൽ ജനവിധി തേടുക. കൂടാതെ 7-ാം വാർഡ് കക്കാട് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അംബിക മോഹൻ, 20-ാം വാർഡ് നെഹ്റു നഗറിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നിവരെയും പിന്തുണയ്ക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചു. നെഹ്റു നഗറിൽ ഏത് സ്വതന്ത്രനെ പിന്തുണയ്ക്കുമെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസുമായി നടത്തിയ സീറ്റ് ചർച്ചയിൽ ആവശ്യപ്പെട്ട വാർഡുകൾ നൽകാതിരുന്നതാണ് ലീഗ് നേതാക്കളെ ചൊടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോർക്കുളം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി പട്ടികയായി. പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി. ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകാമ്പൽ ഡിവിഷനിൽ നിന്നും കല്യാണി S. നായർ മത്സരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോർക്കുളം ഡിവിഷനിൽ നിന്ന് K. ശൈലജയും തിപ്പിലശ്ശേരി ഡിവിഷനിൽ നിന്നും ബിനി സുഭാഷും മത്സരിക്കും. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലേക്ക് 1-ാം വാർഡിൽ നിന്ന് സ്വാതി ബിനു, വാർഡ് 2-ൽ അംബിക മണിയൻ, 3-ാം വാർഡിൽ TK റഷീദ്, 4-ാം വാർഡിൽ ധന്യാനിൽകുമാർ, 5-ാം വാർഡിൽ കവിത പ്രേംരാജ്, 6-ൽ K. ജ്യോതിഷ്, 7-ൽ രേഖ ജയറാം, 8-ൽ KP ജയപ്രകാശ്, 9-ൽ സ്റ്റെല്ല ജോൺ, 10-ൽ ബിജു, 11-ാം വാർഡിൽ ലേഖ ഉണ്ണി, 12-ാം വാർഡിൽ CP ഷൈജു, 13-ാം വാർഡിൽ KP അഷ്റഫുദ്ദീൻ എന്നിവരാണ് മത്സരിക്കുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പോർക്കുളം പഞ്ചായത്തിലെ ഇടത് സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി. ഭരണം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് LDF. ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകമ്പൽ ഡിവിഷനിൽ നിന്നും പത്മം വേണുഗോപാൽ മത്സരിക്കും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിപ്പിലശ്ശേരി ഡിവിഷനിൽ നിന്ന് ശാരികയും പോർക്കുളം ഡിവിഷനിൽ നിന്ന് സിന്ധു ബാലനും ജനവിധി തേടും. പോർക്കുളം പഞ്ചായത്തിൽ 1-ാം വാർഡിൽ നിന്ന് രജനി പ്രേമൻ, 2-ാം വാർഡിൽ വിജിത പ്രജി, 3-ാം വാർഡിൽ അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, 4-ൽ ജിഷ ശശി, 5-ാം വാർഡിൽ അഖില മുകേഷ്, 6-ാം വാർഡിൽ ED അജയ് ഘോഷ്, 7-ൽ വത്സ കുര്യപ്പൻ, 8-ാം വാർഡിൽ PC കുഞ്ഞൻ, 9-ാം വാർഡിൽ പ്രസീത സന്തോഷ്, 10-ാം വാർഡിൽ ഷാജി, 11-ൽ സുധന്യ സുനിൽകുമാർ, 12-ാം വാർഡിൽ നിഖിൽ KC, 13-ൽ ജ്യോതിസ് എന്നിവരാണ് LDF സ്ഥാനാർത്ഥികൾ. CCTV ന്യൂസ് പെരുമ്പിലാവ്.
സൂക്ഷ്മ പരിശോധന പൂർത്തിയായിട്ടും ഗുരുവായൂർ നഗരസഭയിലെ 2 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തതയായില്ല. വാർഡ് 39, 42 എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാകാതെ UDF നേതൃത്വം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. ഒന്നിലധികം പേരാണ് ഈ വാർഡുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. CMPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഈ വാർഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് വിട്ടുകൊടുക്കാത്തതാണ് തർക്കങ്ങൾ രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 2 വാർഡുകളിലും LDF ആണ് വിജയിച്ചത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി തൃശൂരിൽ UDF നേതൃയോഗം ചേർന്നെങ്കിലും തീരുമാനമായില്ല. പത്രികാ സമർപ്പണം പൂർത്തിയാക്കി കടവല്ലൂരിലെ ഇടത് സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് ഇറങ്ങി. മേഖലയിലെ മേധാവിത്വം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് 1-ാം വാർഡിൽ നിന്നും PI രാജേന്ദ്രൻ, വാർഡ് 2-ൽ നസ്രത്ത് അബ്ദുൽ ഖാദർ, 3-ാം വാർഡിൽ PP അബ്ബാസ്, 4-ൽ AP ബാബു, 5-ൽ അനിത അശോകൻ, 6-ാം വാർഡിൽ പ്രഭാത് മുല്ലപ്പള്ളി, 7-ാം വാർഡിൽ നിർമ്മല ടീച്ചർ, 8-ാം വാർഡിൽ ഫസലുർ റഹ്മാൻ, 9-ൽ റിദ ശശി, 10-ാം വാർഡിൽ ഘോഷ് പൂവത്തിങ്കൽ, 11-ാം വാർഡിൽ KP അബ്ദുൽ സലാം, 12-ാം വാർഡിൽ ഷംസുദ്ദീൻ, 13-ൽ ഗിരിജ, 14-ാം വാർഡിൽ ഫൗസിയ, 15-ൽ ഉഷ ശശികുമാർ, വാർഡ് 16-ൽ PV ജയകുമാർ, 17-ൽ സൗദ അബൂബക്കർ, 18-ൽ ബിന്ദു ധർമ്മൻ, 19-ാം വാർഡിൽ നിഷ, 20-ൽ നിഷിൽ കുമാർ എന്നിവരാണ് ജനവിധി തേടുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്നും പത്മജ വേണുഗോപാലും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കടവല്ലൂർ ഡിവിഷനിൽ നിന്നും CK വിശ്വംഭരൻ, തിപ്പലശ്ശേരി ഡിവിഷനിൽ ശാരിക, പെരുമ്പിലാവ് ഡിവിഷനിൽ അഷ്റഫ് എന്നിവരാണ് ജനവിധി തേടുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടവല്ലൂർ പഞ്ചായത്തിൽ 6 വാർഡുകളിൽ SDPI മത്സരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 3 ഡിവിഷനുള്ള കടവല്ലൂരിൽ പെരുമ്പിലാവ് ഡിവിഷനിൽ നിന്നും 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ 6 വാർഡുകളിലുമാണ് SDPI മത്സരിക്കുക. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പെരുമ്പിലാവ് ഡിവിഷനിൽ നിന്നും സൈഫുദ്ദീൻ തങ്ങൾ മത്സരിക്കും. കടവല്ലൂർ പഞ്ചായത്തിലേക്ക് 2-ാം വാർഡിൽ നിന്ന് റംല മജീദ്, 3-ാം വാർഡിൽ ജിന്നി K മാത്യു, 6-ൽ നിന്ന് KM ഇക്ബാൽ, 12-ൽ CK ഷറഫുദ്ദീൻ, 14-ൽ ഫെബീന മൻസൂർ മേലെടുത്ത്, വാർഡ് 16-ൽ ഷാനിഫ് അബൂബക്കർ എന്നിവരാണ് ജനവിധി തേടുന്നത്. പുന്നൂർ പഞ്ചായത്തുകളിലേക്കുള്ള സൂക്ഷ്മ പരിശോധന പുന്നൂർ പഞ്ചായത്തിലെ മണ്ടത്തോട് സബ് രജിസ്റ്റർ ഓഫീസിലുമായി നടത്തി. പുന്നൂർക്കുളം പഞ്ചായത്തിലെ 19 വാർഡുകളിലേക്ക് വ്യാഴാഴ്ച സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ 96 സ്ഥാനാർത്ഥികൾക്കായി 151 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് 6-ാം വാർഡിലാണ്. ഇവിടെ 13 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. പുന്നൂരിലെ 20 വാർഡുകളിലേക്കുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 120 സ്ഥാനാർത്ഥികളിൽ നിന്ന് 151 പത്രികകളാണ് ലഭിച്ചത്. വേലൂരിൽ കോൺഗ്രസിൽ വീണ്ടും ചേരിപ്പോര്. പല വാർഡുകളിലും 1-ലധികം സ്ഥാനാർത്ഥികൾ. അന്തിമ തീരുമാനം എടുക്കാൻ കഴിയാതെ DCC നേതൃത്വം. ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും കൊണ്ടാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതെന്ന് വിലയിരുത്തലുണ്ട്. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. വേലൂരിലെ കോൺഗ്രസിന്റെ ജീവനാഡിയായിരുന്ന ചന്ദ്രൻ വട്ടംപറമ്പലിന്റെ മകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ നിതീഷ് ചന്ദ്രനും മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ PP രാമചന്ദ്രനും 5-ാം വാർഡിൽ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. 2 പേരുടെയും സീറ്റിനായി കോൺഗ്രസുകാർ ചേരിതിരിഞ്ഞ് വലിയ തർക്കമാണ് നടക്കുന്നത്. ഇവരുൾപ്പെടെ 5 UDF സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്രരും LDF സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 11 സ്ഥാനാർത്ഥികൾ 5-ാം വാർഡിലുണ്ട്. PP രാമചന്ദ്രന്റെ ഭാര്യയും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റും കഴിഞ്ഞ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്വപ്ന രാമചന്ദ്രൻ മത്സരിക്കുന്ന 14-ാം വാർഡിലും തർക്കമുണ്ട്. സ്വപ്ന ഉൾപ്പെടെ 4 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഭൂരിഭാഗം വാർഡുകളിലും 1-ലധികം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്. നേതാക്കൾ തമ്മിലുള്ള തർക്കം ഈ തെരഞ്ഞെടുപ്പിലും പ്രതികൂലമായി പ്രതിഫലിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രവർത്തകർ. ഇതുവരെയും തർക്കം പരിഹരിക്കാൻ കഴിയാത്തത് DCC നേതൃത്വത്തിന്റെ വീഴ്ചയായിട്ടാണ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. CCTV ന്യൂസ് വേലൂർ. ചൂണ്ടൽ പഞ്ചായത്തിൽ അനിശ്ചിതങ്ങൾക്കൊടുവിൽ NDA സ്ഥാനാർത്ഥികളായി. പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP നേതൃത്വം പുറത്തിറക്കി. 1-ാം വാർഡിൽ സുരേന്ദ്രൻ പുളിക്കൽ, വാർഡ് 2-ൽ സ്മിത മനോഹരൻ, വാർഡ് 3-ൽ സരിത ജയേഷ്, വാർഡ് 4-ൽ KG മണികണ്ഠൻ, വാർഡ് 5-ൽ അശ്വതി സുജിത്ത്, 6-ാം വാർഡിൽ ഗോപി ഊട്ടുമടത്തിൽ, 7-ാം വാർഡിൽ പ്രിയ സുധീഷ്, വാർഡ് 8-ൽ PV വിശ്വനാഥൻ, വാർഡ് 9-ൽ വിനീത് അജി കുയിലത്ത്, വാർഡ് 10-ൽ KK അനിൽകുമാർ, 11-ാം വാർഡിൽ രതീഷ് കാളിയം വീട്ടിൽ, വാർഡ് 12-ൽ AV മധു, വാർഡ് 13-ൽ അശ്വതി ശോഭരാജ്, വാർഡ് 14-ൽ ലിബിത വൈശാഖ്, വാർഡ് 15-ൽ മംഗലത്ത് എടമന ഗണപതി, വാർഡ് 16-ൽ CR നഗീഷ്, വാർഡ് 17-ൽ ബബിത മനോജ്, വാർഡ് 18-ൽ ശ്രീരജ സതീശൻ എന്നിവരാണ് NDAയുടെ പട്ടികയിൽ ഇടം പിടിച്ച സ്ഥാനാർത്ഥികൾ. സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നതോടെ പ്രചരണ രംഗത്ത് NDA സ്ഥാനാർത്ഥികൾ സജീവമാകും. CCTV ന്യൂസ് കേച്ചേരി. പ്രചരണം ആരംഭിച്ചെങ്കിലും ചാവക്കാട് നഗരസഭയിൽ UDFലും കോൺഗ്രസിലും ഒരുമനൂർ പഞ്ചായത്തിൽ LDFലും ഭിന്നത രൂക്ഷം. ചാവക്കാട് നഗരസഭ 16-ാം വാർഡിനെ ചൊല്ലി മുസ്ലിം ലീഗും കോൺഗ്രസും ചേരിപ്പോരിലാണ്. ഇവിടെ ഇരു പാർട്ടികളും വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരിക്കുന്നത്. കൂടാതെ കോൺഗ്രസിൽ വാർഡ് 8-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വികസന മുന്നണി എന്ന പേരിൽ
ബ്ലോക്ക് സെക്രട്ടറി ഷോബി ഫ്രാൻസിസ് ആണ് വിമതയായി മത്സരിക്കുന്നത്. വാർഡ് 28-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നിലവിലെ കൗൺസിലറുടെ ഭർത്താവാണ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. ഒരുമനൂർ പഞ്ചായത്തിൽ LDF മുന്നണിയിലും സീറ്റിനെ ചൊല്ലി തർക്കമുണ്ട്. ഇതേ തുടർന്ന് 4 വാർഡുകളിലാണ് CPIയും CPMും നേർക്ക് നിറയേറ്റുമുട്ടുന്നത്. വാർഡ് 5, 8, 11, 12 വാർഡുകളിലാണ് ഘടകകക്ഷികളായ ഇരു പാർട്ടികളും നേർക്കുനേർ മത്സരിക്കുന്നത്. എന്നാലും പത്രിക പിൻവലിക്കാനാവുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നേതാക്കൾ പറയുന്നത്. CCTV ന്യൂസ്, ചാവക്കാട്. കടകംപാലിലെ UDFൽ ഭിന്നത. പഞ്ചായത്തിൽ തങ്ങൾക്ക് സീറ്റ് നൽകാതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 സീറ്റുകളിൽ മത്സരിക്കും. UDF സംവിധാനത്തെ നോക്കുകുത്തിയാക്കി ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാത്ത കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 സീറ്റിലേക്ക് നോമിനേഷൻ നൽകിയതെന്ന് നിയോജകമണ്ഡലം സെക്രട്ടറി ബിജു പാപ്പച്ചൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുമായി 2 വട്ടം ചർച്ച ചെയ്തെങ്കിലും ഒരു സീറ്റ് പോലും നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്ന് ഇവർ പറഞ്ഞു. മൂലേപ്പാട് 12-ാം വാർഡിൽ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂരും 14-ാം വാർഡ് കാഞ്ഞിരത്തിങ്കൽ നിയോജകമണ്ഡലം സെക്രട്ടറി ബിജു പാപ്പച്ചനും മത്സരിക്കും. അതേസമയം നിലവിലെ സീറ്റ് നില തുടരാനുള്ള UDF സംസ്ഥാന യോഗ തീരുമാനമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ MS മണികണ്ഠൻ പറഞ്ഞു. പതിറ്റാണ്ടുകളായി പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസാണ് മത്സരിക്കുന്നത്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സീറ്റ് നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് അറിയിച്ചിരുന്നു. കാട്ടകമ്പാൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കേരള കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ടെന്നും MS മണികണ്ഠൻ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. LDF പുന്നേർകുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആറ്റുപുറത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. വ്യാഴാഴ്ച വൈകിട്ട് ചേർന്ന കൺവെൻഷൻ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. AD ധനീബ് അധ്യക്ഷത വഹിച്ചു. TT ശിവദാസൻ, CT സോമരാജ്, പ്രവീൺ പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അബ്ദുൾ റഹീം വീട്ടിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 19 LDF സ്ഥാനാർത്ഥികളെയും പുന്നേർകുളം, കടിക്കാട്, അണ്ടത്തോട് ഡിവിഷനിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം കടങ്ങോട് തെക്കുമുറി വടക്കൂട്ട് മുരളി കാരാമിൽ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖം മൂലം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. BJP മുൻ ജില്ലാ പ്രസിഡന്റ്, ദണ്ഡായുധപാണി ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി, കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന്റെ കമ്മിറ്റി മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തി. കാരാമിൽ കല്യാണിയമ്മയാണ് മാതാവ്. ലത ഭാര്യയാണ്. രജിത്ത്, സജിത്ത് എന്നിവർ മക്കളാണ്. ആദ്യകാല മിമിക്രി സിനിമാ താരമായിരുന്ന സണ്ണി പയസിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് വേലൂർ തണ്ടിലം കുറ്റിക്കാട്ട് കുളങ്ങര ക്ഷേത്രത്തിന് സമീപം പൊടിയട തോട്ടിൽ വടക്കുമുറി കുറ്റിക്കാട്ടിൽ പിയൂസ് മകൻ സണ്ണി പയസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു. ഇരുവപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്ങുത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് സംസ്കാരം നടത്തും. മേരിയാണ് മാതാവ്. സാബു, സാജൻ, സാലി എന്നിവർ സഹോദരങ്ങളാണ്. ലോറിയുടെ പിറകിൽ ബൈക്കിടിച്ച് യാത്രികന് പരിക്കേറ്റു. ചൂണ്ടൽ എക്സൈസ് ഓഫീസിന് സമീപത്ത് മിനി ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ ഒറ്റപ്പാലം സ്വദേശി പടിക്കത്തലറ വീട്ടിൽ ബാലചന്ദ്രന്റെ മകൻ രാഹുലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ കേച്ചേരി ആക്സ് പ്രവർത്തകർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സ്ഥാനാർത്ഥികളും ജനപ്രതിനിധികളും കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട് കടവല്ലൂരിൽ. പഞ്ചായത്തിലെ 2-ാം വാർഡായ വടക്കുമുറിയിൽ അതിർത്തി വിഭജനത്തിന്റെ അപാകത മൂലം മലപ്പുറം ജില്ലയിലായി പോയ 10 വീടുകളാണ് അത്. റോഡിന്റെ ഒരു വശത്ത് കടവല്ലൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും സംശയമുള്ള 40ഓളം വോട്ടർമാരാണ് റോഡിന്റെ ഇങ്ങേപ്പുറത്ത് താമസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് 1-2 തവണ വീടുകൾ സന്ദർശിക്കുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് എത്തുന്ന പതിവില്ലെന്ന് വീട്ടുകാർ പറയുന്നു. ഞങ്ങൾ 10ഓളം വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഏക്കർ കണക്കിന് പാടായതുകൊണ്ട് മറ്റ് ഭരണ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാറില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് വരില്ല. അവർക്ക് ഇങ്ങോട്ട് എത്താൻ എപ്പോഴെങ്കിലൊക്കെ എത്തി ഞങ്ങളുടെ വിഷമങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവർ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഉൾപ്പെട്ടതാണ് 10 വീടുകൾ നിൽക്കുന്ന ഈ പ്രദേശം. വോട്ട് ചെയ്യേണ്ട ബൂത്തിലെത്താൻ ബസ്സിൽ പോകുകയാണെങ്കിൽ 1 മണിക്കൂർ സമയമെടുക്കും. ഓട്ടോറിക്ഷ വിളിച്ചാൽ 200 രൂപ ചെലവാക്കണം. ദേശവും പോസ്റ്റ് ഓഫീസും കടവല്ലൂറാണെങ്കിലും പഞ്ചായത്ത്, കൃഷിഭവൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വില്ലേജ് ഓഫീസ് തുടങ്ങി ദൈനംദിന സർക്കാർ സംവിധാനങ്ങൾക്ക് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് മലപ്പുറം ജില്ലയിലെ ആലങ്കോടും ചങ്ങരംകുളത്തും എത്തണം. സർക്കാർ അപേക്ഷകളിൽ ദേശം കടവല്ലൂർ എന്നെഴുതിയാൽ മറ്റൊന്നും നോക്കാതെ ഉദ്യോഗസ്ഥർ അവ മാറ്റിവെക്കുന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. മലപ്പുറം ജില്ലാ കടവല്ലൂർ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ കടവല്ലൂര് മലപ്പുറം ജില്ല കോക്കൂര് എന്ന് കൊടുത്തതിന് ശേഷം കടവല്ലൂർ പോസ്റ്റ് എന്ന് അടിച്ചാൽ അപ്പോൾ കമ്പ്യൂട്ടർ റിജക്ട് ചെയ്തു. ഇത് ഞങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ ഞങ്ങളുടെ വളർന്നിരുന്ന കുട്ടികളും വലിയ പ്രശ്നങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം, ടെലിഫോൺ തുടങ്ങിയ റോഡിനടിയിലൂടെ പോകുന്ന കണക്ഷനുകൾ ഇവർക്ക് ലഭിക്കുന്നില്ല. അതിർത്തി പങ്കിടുന്ന റോഡായതിനാൽ ആരനുമതി നൽകും എന്ന ആശയക്കുഴപ്പമാണ് കാരണം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറിയായി NK അക്ബറിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സെക്രട്ടറിയായ M കൃഷ്ണദാസ് ഗുരുവായൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്ഥാനമൊഴിഞ്ഞത്. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരുന്ന NK അക്ബർ CITU ഏരിയ സെക്രട്ടറി, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, BD തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, ഗ്യാസ് തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി നിലകളിലും പ്രവർത്തിച്ചു വരികയായിരുന്നു. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് 6028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,365 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.98 ആണ്. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1997 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 654 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തമാണ്. 56 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 6398 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച 653 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 806 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7452 ആണ്. തൃശൂർ സ്വദേശികളായ 91 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 54,050 ആണ്. 46,198 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ വെള്ളിയാഴ്ച സമ്പർക്കം വഴി 639 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടാതെ ഒരു ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്ത് പുറത്തുനിന്നെത്തിയ 6 പേർക്കും രോഗമുടമറിയാത്ത 7 പേർക്കും രോഗബാധ കണ്ടെത്തി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 39 പുരുഷന്മാരും 56 സ്ത്രീകളും 10 വയസ്സിന് താഴെ 34 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിലുള്ള 23 പേർക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ 12 BSF ജവാന്മാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 81 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 18 പേർക്കും വിവിധ ആശുപത്രികളായി നടത്തിയ RT-PCR പരിശോധനയിൽ 17 പേർക്കുമാണ് രോഗം കണ്ടെത്തിയത്. അർബൻ സോണിൽ 15 പേരും പൂക്കോട് സോണിൽ 7 പേരും തൈക്കാട് സോണിൽ ഒരാളുമാണ് രോഗികളായത്. ബീഹാറിൽ നിന്ന് ഉള്ള 23 BSF ജവാന്മാരിൽ 11 പേർക്കാണ് പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ RT-PCR പരിശോധനയിൽ ഒരു ജവാനും രോഗം സ്ഥിരീകരിച്ചു. നഗരസഭയിലെ എടപ്പുള്ളി 13, ഹൈസ്കൂൾ 14, ചൂൽപ്പുറം വെസ്റ്റ് 31 എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ചാവക്കാട് കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3 പേരും കടപ്പുറം പഞ്ചായത്ത് സ്വദേശികളാണ്. 36 പേരെയാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 3 ചാവക്കാട് നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ടവരാണ്. എടക്കഴൂർ സ്വദേശികളായ ഒരാൾക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 55 പേരെയാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 5 പേർക്ക്. 8-ാം വാർഡിൽ 74-40 വയസ്സുള്ള സ്ത്രീകൾ, 14-6 വയസ്സുള്ള പെൺകുട്ടികൾ, വാർഡ് 13-ൽ 36 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്ക്. കേച്ചേരിയിൽ 40, 64, 41 വയസ്സുള്ള സ്ത്രീകൾ, ചൂണ്ടലിൽ 50 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ 2 പേർക്ക് കോവിഡ്. പഞ്ചായത്തിലെ 2-ാം വാർഡ് കല്ലുംപുറത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ നിയമമായി. ഇത് സംബന്ധിച്ച സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ നിയമം. വൈകിട്ട് 5 മുതൽ 6 വരെയുള്ള 1 മണിക്കൂർ ഇതിന് പ്രത്യേക സൗകര്യമൊരുക്കും. കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സമയം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. കോവിഡ് രോഗികൾക്ക് വോട്ടെടുപ്പ് നടക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ തപാൽ ബാലറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും. അതിനുശേഷം കോവിഡ് ബാധിക്കുന്നവർക്കാണ് പ്രത്യേകം അനുവദിച്ച സമയത്ത് വോട്ട് ചെയ്യാൻ അവസരം. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സമയം കണ്ടെത്തണമെന്നാണ് ഓർഡിനൻസിൽ പറഞ്ഞിരിക്കുന്നത്. കോവിഡ് ബാധിച്ച ചികിത്സയിൽ കഴിയുന്നവർക്കു മാത്രമല്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ കോവിഡ് ബാധിച്ചവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. PPE കിറ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഇതിനായി ഏർപ്പെടുത്തും. കോവിഡ്
രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCTV. രാജ്യത്ത് അടുത്ത വർഷം ഫെബ്രുവരിയോടെ ആദ്യഘട്ട കോവിഡ് വാക്സിൻ വിതരണത്തിന് എത്തുമെന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും പ്രായമായവർക്കുമാണ് മരുന്ന് നൽകുക. ഏപ്രിലോടെ പൊതുജനങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ വിതരണത്തിനായി എത്തിക്കും. 2 ഡോസ് വാക്സിന് 1000 രൂപ വില വരുമെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ CEO അഡാർ പൂനവാല അറിയിച്ചു. വാക്സിൻ വിതരണം റെഗുലേറ്ററി അനുമതി ലഭിക്കുവാൻ അനുസരിച്ചായിരിക്കും. 2024ഓടെ എല്ലാ ഇന്ത്യക്കാർക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 90 ലക്ഷമായി. ജിംനേഷ്യം, നീന്തൽക്കുളങ്ങൾ, ടർഫ്, ഇൻഡോർ സ്റ്റേഡിയം എന്നിവ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജില്ലയിൽ ജിംനേഷ്യം, സ്പോർട്സ് ക്ലബ്, നീന്തൽക്കുളങ്ങൾ, ടർഫ് തുടങ്ങിയ ഇൻഡോർ ഔട്ട്ഡോർ കായിക പരിപാടികൾ നിരോധിച്ചിരുന്നതാണ്. നിരോധനാജ്ഞ ഉത്തരവിന്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ഇവയ്ക്കുള്ള നിരോധനം നീങ്ങുമെങ്കിലും നിയന്ത്രണങ്ങളോടെയല്ലാതെ ഇവ ആരംഭിക്കുന്ന പക്ഷം രോഗവ്യാപനത്തിന് കാരണമാകുമെന്നതിനാൽ ഇവയ്ക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുറന്ന് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ലൈസൻസ് റദ്ദ് ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും ഗ്ലൌസ്, മാസ്ക് എന്നിവ ഉപയോഗിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അണുവിമുക്തമാക്കിയ ശേഷം മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. കൃത്യമായ പേരുവിവരങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. എയർ കണ്ടീഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല. യാതൊരു കാരണവശാലും കാഴ്ചക്കാരെ അനുവദിക്കാൻ പാടുള്ളതല്ലെന്നും നിർദ്ദേശത്തിലുണ്ട്. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുന്നയൂർ കുഴിങ്ങരയിൽ കോവിഡ് ബാധിച്ച് മരിച്ച സാഗര ഭവനത്തിൽ കമലാക്ഷി അമ്മയുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പുന്നയൂർ പഞ്ചായത്ത് മെമ്പറായിരുന്ന CM സുധീറിന്റെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ സംസ്കരിച്ചു. കുഴിങ്ങരയിലെയും എടക്കരയിലെയും CPM പ്രവർത്തകരായ TK ഖാലിദ്, MA വാസുദേവൻ, PH നസീർ, അജിത്ത്, അകലാട് VK ആംബുലൻസ് ഡ്രൈവർ എന്നിവരും മെമ്പർക്കൊപ്പം ഉണ്ടായിരുന്നു. വഴിതർക്കത്തിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ തുടരന്വേഷണം നടത്തുവാൻ ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. മണത്തല ചക്കര വീട്ടിൽ മൊയ്തുട്ടി മകൻ പരീദിന്റെ മരണത്തിലാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. പരീദിന്റെ ഭാര്യ ജുമൈല നൽകിയ പരാതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഉത്തരവ്. പരീദിന്റെ അടുത്ത ബന്ധുക്കളായ 2 പേർ ഉൾപ്പെടെ 3 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ജുമൈല കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഹർജിക്കാരിക്ക് വേണ്ടി അഭിഭാഷകരായ K ജയചന്ദ്രൻ, ജിജോ C സണ്ണി എന്നിവർ ഹാജരായി. കുന്നുകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുള്ള മൊബൈൽ ഫോൺ വിതരണവും നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ഡോക്ടർ ഷാജി PS ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ രേണു തയ്യാറാക്കിയ YouTube വീഡിയോ പ്രകാശനം ചെയ്തു. ക്ലബ്ബ് പ്രവർത്തനം വിശദീകരിച്ച ദർപ്പൺ ഡോക്ടർ രാജേഷ് പാറത്തോടിയിൽ പ്രകാശനം ചെയ്തു. ബാലൻ, ഡോക്ടർ ജോഷി തോമസ്, സെക്രട്ടറി ഡെന്നി VK, ട്രഷറർ ഡോക്ടർ അനീഷ് ബാബു എന്നിവർ സംസാരിച്ചു. നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മൊബൈൽ ഫോൺ വിതരണം കുന്നംകുളം ഫോൺ ഗാലറി ഉടമ മനോജ് P മാത്യു നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുന്നയൂർകുളം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ സ്ഥാപിച്ച LDF സ്ഥാനാർത്ഥിയുടെ കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും നശിപ്പിച്ചതായി പരാതി. ആൽത്തറ വിശ്വഭാരതി കോളേജ് പരിസരത്ത് വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ചിരിക്കുന്നത്. ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള സാമൂഹ്യവിരുദ്ധരുടെ ശ്രമങ്ങൾ വിലപോകില്ലെന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗം ചിത്രാംഗതൻ, പ്രവർത്തകരായ വിനീഷ്, മിഥുൻ തുടങ്ങിയവർ പറഞ്ഞു. മോപ്പഡിൽ വാൻ ഇടിച്ച് വയോധികന് പരിക്കേറ്റു. മുണ്ടൂർ പള്ളിക്ക് സമീപം ലൂണ മോപ്പഡും പാൽ കയറ്റി വന്നിരുന്ന ദോസ്ത് വാനും കൂട്ടിയിടിച്ച് അരിയന്നൂർ സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ജോസിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനമൈത്രി പോലീസിന്റെയും നാട്ടുകാരുടെയും പരിശ്രമങ്ങൾ വിഫലമായി. ഉണ്ണിയമ്മ യാത്രയായി. കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഇടപെടലിൽ ആശുപത്രിയിൽ എത്തിച്ച പഴഞ്ഞി അയ്യൂർ പാൽ സൊസൈറ്റിക്ക് സമീപം താമസിക്കുന്ന താണിക്കൽ വീട്ടിൽ ഉണ്ണിയമ്മയാണ് ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ മരിച്ചത്. കുന്നംകുളം SI VS സന്തോഷ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചത്. മൃതദേഹം നാട്ടുകാരും അകന്ന ബന്ധുക്കളും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യൂർ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിച്ചു. നവമാധ്യമ കാഴ്ച. ചിലരങ്ങനെയാണ്. ഉത്തരത്തിലുള്ളത് എടുക്കുവാൻ കക്ഷത്തിലിരിക്കുന്നത് കളയും. ഒടുവിൽ രണ്ടും കിട്ടാത്ത അവസ്ഥയാകും. പല്ലവി ഉണ്ണികൃഷ്ണൻ നൽകിയ ദൃശ്യത്തിലേക്ക്. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4670 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4660 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം ആർത്താറ്റെ പരേതനായ വലിയ പുരയ്ക്കൽ രാഘവൻ ഭാര്യ തങ്ക നിര്യാതയായി. 85 വയസ്സായിരുന്നു. പ്രേമ, മല്ലിക, സുരേന്ദ്രൻ, ലളിത, ദേവൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ആർത്താറ്റെ പരേതനായ വടാശ്ശേരി മാധവൻ ഭാര്യ കമലാക്ഷി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ബാലകൃഷ്ണൻ, വിനോദനൻ, ദിനാകരൻ, സുധീരൻ, സുധൻ, രജനി എന്നിവർ മക്കളാണ്. കല്ലമ്പുറം മാമ്പുള്ളി ഞാലിൽ പരേതനായ അബൂബക്കർ ഭാര്യ നഫീസ എന്ന കുഞ്ഞിമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. മുഹമ്മദ് എന്ന കുഞ്ഞിമോൻ മകനാണ്. ഖബറടക്കം കടവലൂർ വടക്കുമുറി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. കുന്നംകുളത്ത് 6 പത്രികകൾ തള്ളിയതിൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രികയും. ആവേശ പോരാട്ടം നടക്കുന്ന ഉരുളിക്കുന്നിൽ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നതിൽ അനിശ്ചിതത്വമെന്ന് സൂചന. ചാവക്കാട് ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഒഴികെ ബാക്കിയെല്ലാ പത്രികകളും സ്വീകരിച്ചു. കടവലൂർ പഞ്ചായത്തിൽ 3 CPI സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 5 പേരുടെ പത്രികകൾ തള്ളി. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ടും പലയിടത്തും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ തുടരുന്നു. കുന്നംകുളത്ത് കോൺഗ്രസിൽ ഇതുവരെയും അന്തിമ പട്ടികയായില്ല. UDFുമായി ഇടഞ്ഞ് ലീഗ് 5 വാർഡുകളിൽ മത്സരിക്കും. 2 വാർഡിൽ സ്വതന്ത്രർക്ക് പിന്തുണ. പ്രചരണം ആരംഭിച്ചുവെങ്കിലും ചാവക്കാട് നഗരസഭയിൽ UDFിലും കോൺഗ്രസിലും, ഒരുമനിയൂർ പഞ്ചായത്തിൽ LDFിലും ഭിന്നത രൂക്ഷം. സംസ്ഥാനത്ത് 6028 പേർക്ക് കൂടി കോവിഡ്. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 654 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തം. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 653 പേർക്ക് കൂടി കോവിഡ്. 803 പേർ രോഗമുക്തരായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.